ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ ആക്കാൻ പോകുന്നത് ഒരു ഉലുവക്കഞ്ഞി. അതായത് ഇത്ര പോലെ ഒരു പൊടി ഉലുവ പൊതിർത്തതാണ്, അത് പൊതിർത്തിയാണ്. അതേപോലെ അത്ര പോലെ തന്നെ അരിയും എടുത്തിട്ടാണ് ഇപ്പം ഞാൻ വെക്കാൻ പോകുന്നത്. പക്ഷെ അത് പൊതിർന്നതാണ്, ഇതിപ്പോൾ പൊതിർന്നിട്ടില്ല. ഒരുപോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ കയ്പ്പ് വേണം, എന്നാലും മാത്രമേ അതിന് രുചി ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു മരുന്നിന് വേണ്ടി വെക്കുന്നതല്ലേ, ഇതൊരു ഉപകാരത്തിനല്ലേ വെക്കുന്നത്. ഉലുവക്കഞ്ഞി നമുക്ക് വാദത്തിന് നല്ലതാണ്. ഇത് കണ്ട, ഇത് തേങ്ങ, ഇത് തേങ്ങ, പിന്നെ എല്ലാം കൂടിയുണ്ട്. ഇത് തേങ്ങയാണ്. ഇത് വെല്ലം ഉണ്ടാ, ഇത് 1 കിലോ വെല്ലമാണ് ഉണ്ടാ, 1 കിലോ വെല്ലം. അതിൻ്റെ അകത്ത് വീടുന്ന നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വെന്തിട്ടാകുമ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് മുക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് ഗ്യാസിൽ വെക്കട്ടെ. ഇത് കണ്ടല്ലോ, ഇതേപോലെ ഗ്യാസിൽ വെക്കാം. ഇതുപോലെ വെക്കുക, കണ്ടില്ലേ? ഇതുപോലെ ഇത് അത്രേ വേണ്ടു. ഞങ്ങൾ 2 ആളിലേ ഉള്ളൂ, എനിക്ക് അത്രയല്ലേ വേണ്ടു. അതുകൊണ്ടാണ് കുറച്ച് വെക്കുന്നത്, ഇല്ലെങ്കിൽ കുറേ വെക്കാമായിരുന്നു നമുക്ക്. ഇപ്പോൾ ഇതേപോലെ ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് അടുപ്പത്ത് വെച്ചു, കണ്ടില്ലേ? അതാ ഇത്ര പോലെ തേങ്ങയും ചരിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ട, ഈ തേങ്ങയും ചരി വെച്ചിട്ട് വെല്ലവും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതൊരു വെന്തിട്ടാകുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഉലുവ എന്ന് പറയുന്ന സാധിച്ച കർക്കിടക മാസം ഉലുവക്കഞ്ഞിയെല്ലാം വെച്ച് കുഴിച്ച് കുടിക്കേണ്ടതാണ്. എന്നാലും ഉലുവക്കഞ്ഞിയെല്ലാം വെച്ച് കുടിച്ച് കഴിഞ്ഞാൽ മരുന്നക്കാർക്ക് കർക്കിടക മാസം എന്നല്ല, നമ്മൾ എല്ലാ ദിവസവും ഉലുവക്കഞ്ഞി വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ പിന്നെ ഉലുവ കൂടുതലും എടുക്കുക, അരി കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ വാദങ്ങളെല്ലാം മുഴുവൻ പോകും എന്നാണ് പറയുന്നത് വെക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ആരും വെച്ചാൽ 360 ദിവസം ഉലുവക്കഞ്ഞി നമ്മൾ ഒരു നേരം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വാദം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. വാദമുള്ളവർക്കെല്ലാം നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം വെക്കലുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ടാണ് വെക്കാണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ മാത്രമല്ല അമ്മ കുടിക്കൂല, അതുകൊണ്ട് പിന്നെ ഞാൻ വെക്കൽ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയി. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നാലും കർക്കിടക മാസമായില്ലേ, നമുക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ഉലുവക്കഞ്ഞി വെച്ച് കുടിക്കുക. വേറെ ഒന്നും ഞാൻ വെക്കുന്നില്ല എനിക്കത്തിൻ്റെ കയ്യിൽ. ഇനിയിപ്പോൾ ഒരു 10 തോരനും കൂടി വെക്കണം എന്നുണ്ട്. അത് നോക്കിയിട്ട് വെക്കാമെന്ന് വെച്ചിട്ടാണ്. 10 തോരനും വെക്കാം. ഇഷ്ടംപോലെ 10 തോരൻ ഇവിടെ കിട്ടാനുണ്ട്. എനിക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ 10 മേലെ കിട്ടാനുണ്ട്. തൽക്കാലം നമുക്കിപ്പം വേണ്ടുന്ന സാധനമെല്ലാം ഇവിടെ എടുക്കാനുണ്ട്. അതുകൊണ്ട് മഴയൊക്കെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പരിക്കാൻ പോകാനെല്ലാം പറ്റും. മഴയുള്ള സമയത്താകുമ്പോൾ പുറത്തിറങ്ങാൻ പോകാൻ കഴിയാതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതിപ്പോൾ 1 കിലോ വെല്ലം നേടിയിട്ട് വെച്ചില്ല. അതിന് അത്രയേ വേണ്ടൂ. അതിന് വേണ്ടുന്ന വെല്ലം നല്ലപോലെ മധുരം വേണം, എന്നാൽ മാത്രമേ ഉലുവക്കഞ്ഞിക്ക് കയ്പ്പില്ല എടുക്കൂ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലല്ല എടുക്കൽ. ഇതേപോലെ ചിരവിയിട്ട് നല്ലോണം ഞമ്മണ്ടി അലയിക്കും. തേങ്ങ കടിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇവിടെ നമുക്ക് അതാ ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ഇതിപ്പം വേവട്ടെ. ഇതിനിപ്പം വേവട്ടെ. വെന്തിട്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. വെന്തിട്ടാകുമ്പോൾ കാണിക്കാം കേട്ടാ. ഞാനിപ്പോൾ അരി വെന്തു. ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ഞാനിത് പിന്നെ ഇതാക്കേണ്ട പരിപാടിയാണ്. എന്താ അരി വെന്തു. ഇനി ഇതിനകത്ത് വെല്ലം ഇട്ടിട്ട് 2 ആണി 3 ആണി വെല്ലം ഇട്ടു. ഇനി നോക്കിയിട്ട് നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ നോക്കിയിട്ട് മധുരം നോക്കിയിട്ട്, ഇനി മധുരം നല്ലോണം വേണം, എന്നാലേ ആ കയ്പ്പ് പോകില്ല കേട്ടോ. അതുകൊണ്ട് നല്ലപോലെ മധുരം ഇടണം കേട്ടാ. ഇതേപോലെ നല്ലപോലെ മധുരം ഇടുക. നല്ലോണം വെന്തു, നല്ല പാകത്തിന് വെന്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ വെല്ലം ഞാൻ 3 ആണി ഇട്ടിട്ടുണ്ട്. അത്രയും വേണ്ടി വരും എനിക്ക് തോന്നുന്നു. വലിയ ആണിയല്ലേ, അതുകൊണ്ട് 3 ആണി വെല്ലം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ 3 ആണി വെല്ലം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരിയണം. ഇനി അടിക്ക് പിടിക്കും. ഇതിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ട് നിന്നിട്ടില്ലെങ്കിൽ കണ്ടല്ലോ, അടിക്ക് പിടിക്കും ഇത് വേഗം. അങ്ങനെയുണ്ട്. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അടിയിൽ പിടിക്കുക. ഒലുവയും 2ഉം കൂടി പിടുത്തുള്ള സാധനമല്ലേ, ഉണക്കലരിയല്ലേ. ഉണക്കലരിയാന്ന് ഇടുക. ഇതിനകത്തെന്ന് വെച്ചാൽ ഒരു പൊടി ഉലുവ പൊതിർത്ത് വെച്ചു, ഒരു 1.5 പൊടി അരിയും ഇട്ടു. എന്നിട്ട് അതാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ 1 പൊടി അരിയും 1 പൊടി ഒരു പൊടി ഉലുവി. അത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഇടാൻ പറ്റും. നമുക്ക് കയ്പ്പ് വേണമെന്നുണ്ടെങ്കിൽ, കയ്പ്പ് കുറയണമെന്നുണ്ടെങ്കിൽ അരി കൂടുതൽ ഇടുക. കയ്പ്പോടെ കുടിക്കാമെന്നുണ്ടെങ്കിൽ ഒരുപോലെ ഇട്ടാൽ മതി. 2 ഒരുപോലെ ഇട്ടാൽ മതി. കയ്പ്പാണ് ഇത് കുടിക്കേണ്ടത്, കയ്പ്പോടെയാണ് ഇത് കുടിക്കേണ്ടത്. ഇത് വെല്ലം ഇട്ടാൽ കയ്പ്പ് ഉണ്ടാവില്ല. അതിൻ്റെ ആ ഉലുവേൻ്റെ ചുവ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇത്രയേ വേണം. 3 ആണി വെല്ലം ഇട്ടില്ല. അത്രയല്ലേ വെച്ചിട്ടുള്ളൂ. 2 പൊടിയേ ഉള്ളതാകാം. അത്രയേ വെച്ചിട്ടില്ല. കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. ഉണ്ടല്ലേ, ഇതേപോലെ ഇതിങ്ങനെ ഇളക്കി ഉണ്ടല്ലോ. ആ വെല്ലം ഒരു കറുത്ത വെല്ലമായിപ്പോയി.
പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ അത് രുചി കുറയുമെന്ന് എനിക്ക് സംശയം. എന്നാലും വേണ്ടിയില്ല, അത് എങ്ങനെയും ഒരിക്കാം ഇത് നോക്കട്ടെ. ഇല്ല, രുചി കുറവല്ല. കായപ്പുണ്ട്. ഒരു 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 വെല്ലം കൂടി ഇടേണ്ടി വരുമോ എന്ന് സംശയമുണ്ട്. ഇല്ല, അതിൽ അരിയാനുണ്ട് വെല്ലം. എന്നിട്ടാകുമ്പോൾ നോക്കിയിട്ടിടാം ഒരാണിയും കൂടി വീട്ടിൽ. ഇനി വെല്ലം നല്ലോണം വേണം, കൂടുതൽ വേണം. എന്ന് വെച്ചാൽ സാധാരണ പായസത്തിന് വെക്കുന്ന വെല്ലം പോരാ, അതിൽ ഒരു ഭാഗം അധികം വേണം. അതാണ് ഞാനിപ്പോൾ ഇത് ആക്കുന്നത്. അല്ല, നല്ല നല്ല കളർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ആയാൽ ഇത് വെല്ലം അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് തേങ്ങ പിഴിഞ്ഞ് ഞവണ്ടി ഒഴിച്ചിട്ട് കൊടുക്കുക. അതാ വേണ്ടത്. ഉണ്ടല്ലേ? ഇതിപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ കണ്ടില്ല. ഞാൻ ഇനിയിപ്പോൾ ലേശം ഉപ്പും കൂടി ഇടാൻ തുടങ്ങും കേട്ടോ. അതിപ്പോൾ അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നല്ല കളറും ഉണ്ട്. നല്ല ഇനി ഞാൻ കുറച്ച് ഈ തേങ്ങയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഉപ്പിടുക. ഒരുപാട് ഇടണ്ട, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ പാകത്തിന് ഇടണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു രുചി ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിങ്ങനെ തിരുമ്പിയിട്ട് ഇത് കണ്ട, ഇതിങ്ങനെ തിരുമ്പിയിട്ട് ഇങ്ങനെ നല്ലോണം ഞെരടിയിട്ട് ഞെരടുക. ഇങ്ങനെ ഞെരടിയിട്ട് ഇതിൻ്റെ പാല് വരുന്നത്ര എടുക്കുക. എന്നിട്ട് ഈ പിണ്ടിയോടെ നീട്ടാലാണ് രസം ഉണ്ടാവുക കുടിക്കാൻ. തേങ്ങാപ്പാലല്ല, ഇനി പുണ്ടി അടക്കം വേണം, എന്നാലേ രുചി ഉണ്ടാവും. കണ്ട, ഇതേപോലെ പാലിങ്ങനെ ഒന്നിച്ച് ഞെരടുക. എന്നിട്ട് അതിന് ശേഷം ഇതും കൂടി എടുക്കുക. കണ്ട, ഇതേപോലെ ഞെരടി ഇത് വയ്ക്കുക. കണ്ടില്ലേ? നല്ല തേങ്ങാപ്പാലിൻ്റെ രസവും വരും, തേങ്ങ കടിക്കുന്ന രസവും വരും. എന്നാൽ അതിനാണ് രുചി ഉണ്ടാവുക. കണ്ടില്ലേ? ഇതേപോലെ ഉണ്ടല്ലോ. ഇതുപോലെ നല്ല അടിപൊളി പായസമായിട്ടുണ്ട്. നല്ല ഉലുവ പായസം, നല്ല പായസമായിട്ടുണ്ട്. അല്ല, നിങ്ങളെങ്ങനെയാണ് വെക്കൽ എന്നറിയില്ല. ഞാൻ ഇങ്ങനെ വെക്കൽ. നിങ്ങൾ പാലെടുത്തിട്ടാണോ വെക്കും? നല്ല പാലെടുത്തിട്ടും വെക്കെ, നിങ്ങൾ വേണമെങ്കിൽ ചെയ്യും. എനിക്കിതാണ് ഇഷ്ടം. ഞാൻ അതുകൊണ്ട് പിന്നെ ഇത് വേറെ ഒന്നും ചേർക്കില്ല. ഇതേ ചേർക്കും. ഇതെല്ലാം മാത്രമേ ചേർക്കുള്ളൂ. വേറെ ഏലക്കായി അങ്ങനത്തൊന്നും ചേർക്കില്ല. ഏലക്കായൊന്നും വേണ്ട, ഉലുവയല്ലേ. അതുകൊണ്ട് തീരെ തന്നെ ഉലുവ പായസം ഉണ്ടല്ലോ. ഇതേപോലെ വെച്ചിട്ട് നല്ല പാകത്തിന് വെച്ച് നല്ല പാകം ഇതേപോലെയാണ് വെക്കേണ്ടത്. കണ്ടാ, നല്ല കളറും ഉണ്ട്. ഇനിയിപ്പോൾ ഞാനിത് വിളമ്പിയിട്ട് കാണിച്ചു തരാം. ഇത് തിളച്ചോട്ടെ. തിളച്ചിട്ടാണ് കേട്ടോ. നല്ല പാകത്തിലായി. നല്ല പായസം, നല്ല അടിപൊളി പായസം. പാത്രത്തിന് വേണ്ടി ഇത് പച്ചു. ഇനിയിപ്പോൾ അതല്ല, നല്ല അടിപൊളി പായസം. നല്ലപോലെ പായസം തിളക്കുന്നുണ്ട്, തുള്ളി തിളക്കുന്നുണ്ട്. കണ്ട, നല്ല കളറും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല രുചി ഉണ്ടാവും. കുടിക്കാതെ ആളും കുടിക്കും ഇത്. ഇത്ര നല്ല രുചിയാണ്. പക്ഷേ ഉലുവേൻ്റെ ചോയ നല്ലപോലെ ഉണ്ടാവും കേട്ടോ. എനിക്ക് ഉലുവ നല്ലോണം ചോയ വേണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വിളമ്പട്ടെ, ഒഴിക്കട്ടെ. ഇതിൽ വിളമ്പി ഒഴിക്കട്ടെ, പിന്നെ പാത്രത്തിൽ ഒഴിക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടാ ഉണ്ടല്ലേ? ഉണ്ടാ പായസം വേണ്ട. നല്ല അടിപൊളി പായസത്തിന് നല്ല രസവും ഉണ്ടാവും, നല്ല രുചിയും ഉണ്ട്. തേങ്ങ കടിക്കുകയും ചെയ്യും, തേങ്ങാപ്പാൽ വരികയും ചെയ്തു, എല്ലാം ആയി. ഇത് കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾ കണ്ടല്ലോ പായസം, ഉലുവ പായസം കണ്ടോ? ഇതാണ് പായസം. നിങ്ങൾ ഇങ്ങനെയാണ് കഴിക്കൽ എന്താണെന്നറിയില്ല, കുടിച്ച് നോക്കാം, അത് ഉണ്ടാക്കി കഴിച്ച് നോക്ക്, എന്നിട്ട് പറയാം. കണ്ട, ഇതേപോലെ പായസം വെച്ചിട്ട് കണ്ട, ഇതേപോലെയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ വീണ്ടും വരുന്നേരം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ.